Disclaimer. We are not SEBI registered. All videos and content shared on this channel are strictly for educational purposes only. Please consult a SEBI registered financial advisor before making any investment decisions. Trading and investing involve risk. This is not financial advice. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എസ് കെ ട്രേഡിംഗ് സോണിലേക്ക് സ്വാഗതം. നമ്മൾ ഒരുപാട് നാളായി വീഡിയോ ചെയ്തിട്ട്, ഒരുപാട് നാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്ക് മുകളിലായി. കഴിഞ്ഞ നമ്മൾ എല്ലാ ഞായറാഴ്ച നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഈ ഞായറാഴ്ച ചെയ്യാൻ പറ്റിയില്ല, കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറേ ദിവസമായി വീഡിയോ ചെയ്തിട്ട്. നമുക്കിനി നമ്മുടെ നിഫ്റ്റി, അതുപോലെ സ്മോൾ ക്യാപ്പ്, പിന്നെ ഒന്ന് രണ്ട് സ്റ്റോക്കുകളുടെ ചാർട്ടിലോട്ട് ഒന്ന് പോയിട്ട് അനലൈസ് ചെയ്യാം. ആദ്യം തന്നെ നിഫ്റ്റിയിലോട്ട് വരാം. നിഫ്റ്റിയിൽ നിന്ന് നമുക്കൊരു 71 പോയിൻറ്റിൻ്റെ ഒരു മൈനസ് ആയിട്ടുള്ളൊരു ക്ലോസിംഗ് ആണ് തന്നത്. 26,178 എന്ന റേഞ്ചിലാണ് ഇപ്പോൾ നിഫ്റ്റി ഉള്ളത്. ഇപ്പോൾ ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 2 തവണ ആ ഒരു ഓൾ ടൈം ഹൈൻ്റെ അവിടെ നിന്ന് വന്നു റിവേഴ്സലാണ് ഉണ്ടായത്. നിന്നൊരു ഡോജി ക്യാനലാണ്. ഇപ്പോൾ താഴത്ത് നമുക്കൊരു ലൈൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ആ ഒരു ട്രെൻഡ് ലൈന് സപ്പോർട്ട് എടുത്തിട്ടാണ് നിഫ്റ്റി പതുക്കെ കയറിക്കൊണ്ടിരിക്കുന്നത്. നമുക്കെന്തായാലും വെയിറ്റ് ചെയ്യാം. നമുക്കിത് ഏകദേശം ഈ ഒരു 26,328 ആ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിഫ്റ്റിയിൽ വീണ്ടും നല്ലൊരു മൂമെൻറ്റം കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അതല്ല, ചിലപ്പോൾ ഈ ഒരു മാസം ഇങ്ങനെ ഒരു റേഞ്ച് ബൗണ്ട് ആവാനും സാധ്യതയുണ്ട്, നമ്മുടെ ബഡ്ജറ്റൊക്കെ കഴിയുന്നത് വരെ. അപ്പോൾ ബഡ്ജറ്റ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ചിലപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു ഡയറക്ഷൻ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുക. അതുപോലെ ഇന്ത്യ അമേരിക്ക ട്രേഡ് ഡീലും ഒരു അൺസർട്ടനിറ്റിയാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ക്ലിയർ ആയാൽ മാത്രമാണ് നമ്മുടെ മാർക്കറ്റ് നല്ലൊരു ട്രെൻഡ് നമുക്ക് കിട്ടുള്ളൂ. താഴത്തോട്ടാണോ മേലോട്ടാണോ എന്നുള്ളൊരു കറക്റ്റായിട്ടൊരു ഡയറക്ഷൻ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതുവരേക്കും മാർക്കറ്റ് ഈ ഒരു രീതിയിൽ പോകാനാണ് സാധ്യത. അപ്പോൾ നമുക്ക് കഴിഞ്ഞ് സ്മോൾ ക്യാപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 38 പോയിൻറ്റിൻ്റെ ഒരു മൈനസ് ക്ലോസിംഗ് ആണ്. നമുക്ക് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നിഫ്റ്റിനേക്കാളും കുറച്ച് നല്ല രീതിയിൽ സ്മോൾ ക്യാപ്പ് പെർഫോം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇന്നും ചെറിയൊരു മൈനസ് ക്ലോസിംഗ് ആണ്, എന്നാലും കുഴപ്പമില്ല. ഈ നമ്മൾ പറഞ്ഞ ഈ റേഞ്ചിൽ നിന്ന് നല്ല രീതിയിൽ മേലോട്ട് സ്മോൾ ക്യാപ്പ് പോയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ റേഞ്ചിൻ്റെ ഉള്ളിലാണ് സ്മോൾ ക്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്കൊരു സൈഡ് വേസ് മാർക്കറ്റ് ആയിരിക്കും. അതല്ല, ഈ 18,550 മുകളിൽ ഈ ഒരു ഗ്രീൻ ലൈൻ ബ്രേക്ക് ചെയ്ത് മേലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു അപ്പ് മൂവ്മെൻറ്റ് സ്മോൾ ക്യാപ്പിൽ കിട്ടാനും നല്ല ഒരു സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ ട്രേഡുകളൊക്കെ ചെറിയ ക്വാണ്ടിറ്റിയിൽ തന്നെ എടുക്കാം. പിന്നെ ബഡ്ജറ്റിനോട് അനുബന്ധിച്ചിട്ട് അടുത്തത് ഈ ആഴ്ചയല്ല, അടുത്ത ആഴ്ചയൊക്കെ വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി കുറച്ച് ട്രേഡ് ചെയ്യാം ബഡ്ജറ്റ് കഴിയുന്നത് വരെ. അതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് നോർമലായിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ ട്രേഡ് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 2 സ്റ്റോക്കുകൾ നോക്കാം. ആദ്യൊരു സ്റ്റോക്ക് MQR എന്ന് പറഞ്ഞൊരു സ്റ്റോക്കാണ്. ഈ ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ, ഓക്കെ, ഇതിൻ്റെ ഒരു റീസെൻ്റ്ലി ലിസ്റ്റ് ചെയ്തിട്ടുള്ളൊരു കമ്പനിയാണ്. IPO സ്റ്റോക്കാണ്. IPO സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ 2024 2 വർഷത്തോളം, 1 വർഷം കഴിഞ്ഞു. അപ്പോൾ അത് 2026 ആയില്ലേ. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ടിന് അടുത്ത് നിൽക്കുന്ന ഒരു സ്റ്റോക്കാണ്. ഈ ഒരു സ്റ്റോക്കിലേക്ക് നമുക്കൊരു എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 15,040 എടുക്കാം. 15,40 ഞാനതൊന്ന് മാർക്ക് ചെയ്യാം. അല്ല, 15,040 അല്ല, 1,540. 1,540 നമുക്ക് ഇതിലേക്ക് ഒരു എൻട്രി നോക്കാം. നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഈ ഒരു ക്യാൻഡിൽ താഴെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം. നമ്മളീ പറയുന്നത് ഒരു ബൈസെൽ റെക്കമെൻഡേഷൻ അല്ല കേട്ടോ, നമ്മളൊരു എഡ്യൂക്കേഷൻ പർപ്പസിനാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. അല്ലാണ്ട് നമ്മൾ ഈ പറഞ്ഞ റേഞ്ചിൽ തന്നെ എൻട്രി എടുക്കണം എന്നുള്ളതും നമ്മളൊരു ഒരിക്കലും അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. കാരണം നമ്മളൊരു സെബി രജിസ്റ്റേഡ് അനലിസ്റ്റ് ഒന്നല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ റിസ്കിൽ മാത്രം നിങ്ങൾ പേപ്പർ ട്രേഡ് ചെയ്ത് പഠിക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ടാർഗറ്റായിട്ട് നമുക്കൊരു 1,636 ടാർഗറ്റ് നോക്കാവുന്നതാണ്. ഈ MQR എന്ന് പറഞ്ഞ ഒരു സ്റ്റോക്ക് നമ്മൾ ഒരുപാട് ദിവസമായി സ്റ്റോക്കുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട്. അതുപോലെ നമുക്കൊരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. കാരണം നമ്മളിങ്ങനെ പറയുന്ന സ്റ്റോക്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എൻട്രി എടുക്കാൻ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാവുന്നതാണ് പേപ്പർ ട്രേഡൊക്കെ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഈ ഒരു സ്റ്റോക്കിലേക്ക് നമ്മൾ ടാർഗറ്റ്, സ്റ്റോപ്പ് ലോസും എൻട്രികളൊക്കെ വ്യക്തമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. 1,477 സ്റ്റോപ്പ് ലോസ്, 1,540 എബോ എൻട്രി, 1,636 നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് വെച്ചിട്ട് MQR എന്ന് പറഞ്ഞൊരു സ്റ്റോക്ക് നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഓൾ ടൈം ഹൈ ബ്രേക്ക് ഔട്ടാണ്, നിങ്ങൾക്കറിയാം, ബ്രേക്ക് ഔട്ട് എൻട്രിയാണിത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള റിസ്ക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. കാരണം ബ്രേക്ക് ഔട്ട് നടക്കാൻ ചില സമയങ്ങളിൽ ചില സ്റ്റോക്കുകൾ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് തന്നെ ബ്രേക്ക് ഔട്ട് കിട്ടി മേലോട്ടൊരു മൂവ്മെൻറ്റ് തരും. അതിനുശേഷം ഒരു പുൾ ബാക്ക് ചില സ്റ്റോക്കുകൾ ഈ റേഞ്ചിലോട്ട് വന്ന് ഒന്ന് റീടെസ്റ്റ് ചെയ്തിട്ട് മേലോട്ട് പോകും. ചില സ്റ്റോക്കുകൾ പതുക്കെ വരുള്ളൂ, പതുക്കെ വന്നിട്ട് ഈ റേഞ്ചൊക്കെ പതുക്കെ ടെസ്റ്റ് ചെയ്തിട്ടേ വരുള്ളൂ. ചില സ്റ്റോക്കുകൾ പെട്ടെന്ന് തന്നെ 2-3 ദിവസം കൊണ്ട് തന്നെ താഴത്തോട്ട് വന്നിട്ട് പിന്നെ മേലോട്ട് പോകുന്ന സ്റ്റോക്കുകളുണ്ട്. അത് ഓരോരോ സ്റ്റോക്കുകളുടെ ചാർട്ടുകളും കാര്യങ്ങളൊക്കെ വ്യത്യാസമായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ വാച്ച് ചെയ്യാം. ഓക്കെ,
രണ്ടാമത്തെ സ്റ്റോക്ക് ടാറ്റ കൺസ്യൂം എന്ന് പറഞ്ഞൊരു സ്റ്റോക്കാണ്. ടാറ്റ കൺസ്യൂം പ്രോഡക്റ്റ് ലിമിറ്റഡ്. ഈ ഒരു സ്റ്റോക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ഓക്കെ, ഇതിന് നമുക്കൊരു വീക്ക്ലി ചാർട്ട് എടുക്കാം. വീക്ക്ലി ചാർട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. കണ്ടത് ഇതിൻ്റെ നല്ലൊരു ചാർട്ട് പാറ്റേൺ ആണ്. കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് നടന്നുണ്ട്. വീക്ക്ലി സ്കാനിലാണെങ്കിലും അതിൻ്റെ ഒരു ബ്രേക്ക് ഔട്ട് നടന്ന് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ നമുക്കിതിലേക്ക് ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമുക്കൊരു 1180 സ്റ്റോപ്പ് ലോസ്. എൻട്രി നമുക്ക് ഈ 1200 റേഞ്ചിൽ തന്നെ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ടാർഗറ്റായിട്ട് നമുക്ക് ഏകദേശം നമുക്ക് 1250 നമുക്ക് ടാർഗറ്റ് എടുക്കാം. 1250. ഓക്കെ, 1250 നമുക്ക് ഇതിലേക്ക് ഒരു ടാർഗറ്റ് വെച്ചിട്ട് നമുക്ക് നോക്കാം. സ്റ്റോപ്പ് ലോസ് 1180. എൻട്രി നമുക്ക് 1200 റേഞ്ചിൽ. ഇപ്പോൾ നാളെ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ നമുക്കറിയില്ല. ഇവിടുന്ന് ഇതിൻ്റെ മേലെ ഓപ്പൺ ആവുകയാണെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം ഒന്ന് ചിലപ്പോൾ ഈ റേഞ്ചിലോട്ടൊന്ന് വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അതൊക്കെ ഒന്ന് റീടച്ച് ചെയ്തിട്ട് മേലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ആയത് നമ്മൾ ഒരിക്കലും എൻട്രി എടുക്കരുത്. ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യുക. കാരണം ആദ്യത്തെ ഒരു 15 മിനിറ്റ് നല്ലൊരു വോളറ്റൈൽ ആവും മാർക്കറ്റ്. ഭയങ്കര സെല്ലും ബൈയൊക്കെ നടക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് കൂൾ ഡൗൺ ആയതിനു ശേഷം മാത്രം എപ്പോഴാണെങ്കിലും എൻട്രികളൊക്കെ അങ്ങനെ എടുക്കാൻ ശ്രമിക്കുക. അല്ലാണ്ട് മാർക്കറ്റ് ഓപ്പൺ ആയി നമ്മൾ എൻട്രി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് ചാടിക്കറി ഒരിക്കലും എൻട്രി എടുക്കരുത്. അതിന് ശേഷം നമ്മൾ പലവട്ടം കണ്ടിട്ടുള്ളതാണ്. ചിലപ്പോൾ നല്ലൊരു ഹൈയിൽ ഓപ്പൺ ആവും, ചിലപ്പോൾ ഈ റേഞ്ചിലൊക്കെ ആയിരിക്കും ഓപ്പൺ ആവുക. അതിനുശേഷം നമ്മൾ എൻട്രി എടുക്കും. അതിനുശേഷം സ്റ്റോക്ക് നല്ല രീതിയിൽ താഴത്തോട്ട് വരും. അതിനുശേഷം നമ്മൾ ഈ സ്റ്റോപ്പ് ലോസിൻ്റെ അടുത്തൊക്കെ ചിലപ്പോൾ വരും. അപ്പോഴേക്കും എക്സിറ്റ് ചെയ്യും. അതിനുശേഷം സ്റ്റോക്ക് മേലോട്ടും പോകും. അപ്പോൾ നമ്മളിങ്ങനെ കൺഫ്യൂസ് ആക്കാനും ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള മാത്രം എൻട്രി എടുക്കുക. ക്ഷമയോടെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് എൻട്രി എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കും വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാം. 2 സ്റ്റോക്കുകളാണ് നമ്മളിന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ നമുക്ക് സമയമുള്ള പോലെ ഞാൻ വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്